ഒരു ദിവസം സീമ അവളുടെ അമ്മയുടെ ബനാറസി സാരി ഉടുത്തു മുന്താണി തറയിൽ തട്ടിക്കൊണ്ട് അവളുടെ മുറിയിന്ന് വെളിയിലെ ഹാളിൽ അവളുടെ അമ്മയുടെ അടുത്ത് ചെന്നു. അവിടെ അവളുടെ അമ്മ പച്ചക്കറി മുറിക്കുകയാണ്. സീമ അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മ, എന്നെ കാണാൻ ഈ സാരിയിൽ എങ്ങനെയുണ്ട്? എന്നെ ഈ സാരിയിൽ കാണാൻ നയൻതാരനെ പോലെ അല്ലേ? നിനക്ക് തന്നെ ഉത്തരം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ നീ ചോദ്യം ചോദിക്കണേ? പിന്നെ എന്തിനാ എന്റെ സാരിനെ ഇങ്ങനെ നിലത്ത് ഉരച്ചോണ്ട് നടക്കണേ? അറിയാമോ ഇത് എത്ര വില കൂടിയ സാരിയാന്ന്? അറിയാം എത്ര വില കൂടിയ സാരിയാന്ന്. 700 രൂപയ്ക്കല്ലേ ഇത് വാങ്ങിയേ? എങ്കിൽ 700 രൂപയുടെ സാരിനാണോ നിലം തുടക്കണേ? അൽമാരി ചെന്ന് മടക്കി വെച്ചേരെ. ആദ്യം 1-2 റീൽ ഉണ്ടാക്കട്ടെ, എന്നിട്ട് വെച്ചേക്കാം. റീൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് 6 മീറ്റർ സാരി ഉടുത്തു. ശരിക്കും കെട്ടാനും അറിയില്ല, കൂടുതൽ തുള്ളല്ലേ? റീൽ ഉണ്ടാക്കണ തീരുതയിൽ റീൽ ഉണ്ടാക്കി സാരി ഊരിപ്പോണ്ട. ഞാൻ ചിന്തിച്ചേ ഇല്ല. സാരി ഉടുക്കാൻ ഇത്ര ഇഷ്ടമാണെങ്കിൽ സാരി ഉടുക്കാനും അറിയില്ല, സൂക്ഷിക്കാനും അറിയില്ല. അറിയണത് എങ്ങനെയാ? തലേറത്തൊന്നും ഇല്ലല്ലോ. അമ്മശ്രീ, ഈ ജ്ഞാനം എനിക്ക് തരാലോ. വാ മുറിയില്, മെല്ലെ നടക്ക്, വീഴണ്ട. രേണുക ഇത്ര പറഞ്ഞതും സീമ 2 അടി വെച്ചതേ ഉള്ളൂ. ആ സാരി അവളുടെ കാലിൽ ചുറ്റി അവള് ധടാംന്ന് വീഴും. രേണുകയ്ക്ക് വേണ്ടെന്ന് വെച്ചിട്ടും ചിരി നിർത്താൻ പറ്റണില്ല. എന്നിട്ട് അവള് ചിരിക്കാനായി തുടങ്ങും. സീമ നല്ല കുറുമ്പിയായ കുട്ടിയായിരുന്നു. അവൾക്ക് സാരി ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾ അമ്മയുടെ സാരി മാറ്റി മാറ്റി ഉടുക്കുമായിരുന്നു. ഒരു ദിവസം അവളുടെ അമ്മയ്ക്കൊപ്പം അവള് ഷോപ്പിങ്ങിനായി പോയി. അവള് സാരിയുടെ കടയിൽ ചെന്നു. അവിടെ അവൾക്കൊരു സാരി ഇഷ്ടമായി. സീമ കടക്കാരനോട് പറയും, കേക്കു, ഈ സാരിന് എന്താ റേറ്റ്? ഇതിന് 8000 രൂപ. സീമ ഇത് കേട്ടതും സാരിന്ന് ദൂരെ മാറി ഇത് പറയും, ഇത്ര വില കൂടിയത്? ഇത് സാരി തന്നെയാണോ? അല്ല, ഇത് ബനാറസി സാരിയാ പൊട്ടി. ബനാറസില് ഇതാണ് ലാസ്റ്റ് പീസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ചു തരാം. വേണ്ട, അല്ലെങ്കിൽ എത്ര കുറയ്ക്കാൻ പറ്റും? അമ്മ 2000 കൂടുതലുള്ള സാരി വാങ്ങാറേ ഇല്ല. 8000ന്റെ സാരി, അതും ബനാറസി സാരി? ഒരിക്കലുമില്ല. ഇല്ല, അത്രയ്ക്ക് നല്ലതല്ല. അവള് വെറുതെ നോക്കുമായിരുന്നു. 8000ന് ഒരെണ്ണം വാങ്ങണേ പകരം 1000 വെച്ചിന് 8 എണ്ണം വാങ്ങില്ലേ? അമ്മ ശരിയാ. രണ്ടുപേരും കുറച്ചു നേരത്തിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. സമയം കഴിയും. സീമയുടെ കല്യാണം അരവിന്ദ് എന്ന ചെറുക്കനുമായി നടക്കും. കല്യാണത്തിന് ശേഷം സീമ പലതരത്തിലുള്ള സാരി ഉടുക്കും. ഒരു ദിവസം സീമയുടെ അമ്മായി റബീല അവളുടെ മുറിയിൽ വിളിച്ചു പറയും, മോളെ, നാളെ വീട്ടിൽ കുറച്ച് വിരുന്നുകാര് വരണുണ്ട്. എന്റെ അൽമാരിയിൽ കുറച്ച് പുതിയ സാരികൾ വെച്ചിട്ടുണ്ട്. അതിന്ന് നിനക്ക് ഏതാ ഇഷ്ടമാണോ അത് നീ എടുത്തോ. ശരി അമ്മായി. സീമ ഒന്നും ചോദിക്കാതെ തന്നെ റബീലയുടെ അൽമാരി തുറന്ന് എല്ലാ സാരികളും നോക്കാൻ തുടങ്ങി. അതിന്നൊരു റോസ് നിറത്തിലുള്ള സാരി അവൾക്ക് ഇഷ്ടമാകും. റോസ് നിറത്തിലുള്ള സാരി പുറത്തെടുത്ത് അവളുടെ അമ്മായിയോട് അവള് പറയും, അമ്മേ, എനിക്ക് ഈ സാരി ഒരുപാട് ഇഷ്ടമായി. ഈ സാരി എനിക്ക് ചേരില്ലേ? ഇല്ല. എന്തുകൊണ്ടമ്മായി? അമ്മ പറയുന്ന റോസ് നിറം എനിക്ക് നന്നായി ചേരുന്നാണല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നീ ഇത് വിട്ടു വേറെ സാരി എടുത്തോന്നാ. എന്തുകൊണ്ടമ്മായി? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് വില കൂടിയ സാരിയാണ്. എന്റെ മുന്താണി കീറിയിരിക്കുക. അതാണോ? ശരി അമ്മായി, ഞാൻ വേറെ ഏതെങ്കിലും സാരി എടുത്തോളാം. അങ്ങനെ പറഞ്ഞിട്ട് സീമ ആ സാരി തിരിച്ചു വെച്ചിട്ട് വേറെ സാരി എടുക്കും. എന്നിട്ട് അവളുടെ മുറിയിലേക്ക് പോകും. റബീല ചിന്തിക്കും, നന്നായി ഞാൻ ആ സാരി മാറ്റി വെച്ചത്. അടുത്ത ദിവസം വിരുന്നുകാരെത്തും. സീമ അവരെ നന്നായി സൽക്കരിക്കും. വിരുന്നുകാര് പോയതിനു ശേഷം സീമയുടെ നാത്തൂൻ ആകാൻഷ അവിടെ എത്തും. സീമ അവളോട് അവളുടെ മുറിയിലിരിക്കാൻ പറയും. റബീനയും അവിടെ വന്ന് സംസാരിക്കാനായി തുടങ്ങും. സീമ ചായ ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോകും. അപ്പൊ സീമയുടെ സാരിയിൽ ചായ വീണ് സാരിയിൽ കറയാകും. അപ്പൊ അവൾ അവളോട് പറയും, നശിച്ചു പോയല്ലോ, അമ്മായിയുടെ സാരിയിൽ കറയായി. എന്റെ മുറിയിൽ ഇനി ചേഞ്ച് ചെയ്യാൻ പോയാൽ സാസുമ്മ പലതും പറയും. അതുകൊണ്ട് ഞാൻ അമ്മായിയുടെ മുറിയിൽ പോയി ചേഞ്ച് ചെയ്യാം. അപ്പൊ അവള് റബീനയുടെ മുറിയിൽ ചെന്ന് സാരി മാറ്റാൻ തുടങ്ങും. അപ്പൊ അവളുടെ കണ്ണ റോസ് നിറത്തിലെ സാരിയിൽ വീഴും. അത് അവൾ ഉടുക്കും. കുറച്ചു നേരത്തിൽ അവള് ചായ എടുത്തോണ്ട് അവളുടെ മുറിയിലേക്ക് പോകും. റബീനയും ആകാൻഷയും രണ്ടുപേരും ഞെട്ടിപ്പോകും. ആകാൻഷ പറയും, എന്തിന് ഈ വില കൂടിയ ബനാറസി സാരി ചേട്ടത്തിക്ക് കൊടുത്തോ? എന്താ ചേച്ചി പറഞ്ഞത്? അമ്മായിയുടെ വില കൂടിയ സാരി ഞാനീ ഉടുത്തിരിക്കണതോ? ശരിക്കും അമ്മ ഈ സാരി ആർക്കും കൊടുക്കാറില്ല. പിന്നെ നിങ്ങളെങ്ങനെ ഉടുത്ത്? ഈ സാരി വില കൂടിയതാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഈ സാരി ബനാറസിയാന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ല. അതുകൊണ്ടായിരിക്കും ഈ സാരി എടുക്കാൻ സമ്മതിക്കാത്തത്. മോളെ, ഞാൻ നിന്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും നീ ഈ സാരി എങ്ങനെ എടുത്തു? അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അമ്മ. ഈ സാരി ഉടുക്കേണ്ടി വന്നു. പക്ഷെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണ്? അമ്മായി ഒന്നും പറയാതെ തന്നെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അപ്പോഴാ ആകാൻഷ പറയുന്നത്, ഈ ബനാറസി സാരി അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയതാ. ബനാറസി സാരി അല്ലെങ്കിൽ വില കൂടിയതാ, അതിനെന്താ?
വലിയ കാര്യം ഇതാണ്, ഇത് മൊത്തം 20,000 രൂപയാ. ഇത് അമ്മ വാശി പിടിച്ച് അച്ഛനോട് വാങ്ങിച്ചതാ. പിന്നെ ഒരു വാക്ക് കൊടുത്തായിരുന്നു, ഈ സാരി വേറെ ആർക്കും ഉടുക്കാൻ കൊടുക്കില്ലെന്ന്. എന്താ, ഞാൻ ഈ വില കൂടിയ ബനാറസി സാരി ഉടുത്തല്ലോ. അതാലോ ഏട്ടെത്തി. അങ്ങനെ 2 ദിവസം കഴിയും. അവളുടെ അമ്മായി ഒന്നും പറയത്തില്ല. ഇത് കണ്ട് സീമ വളരെ വിഷമിച്ച് അരവിന്ദിനോട് പറയും, നോക്ക് അരവിന്ദ്, ഞാൻ അമ്മായിയുടെ സാരി അറിയാതെ ഉടുത്തത്. അതുകൊണ്ട് അമ്മായി എന്നോട് മിണ്ടണേയില്ല. നീ പോയി സംസാരിച്ചില്ലേ? 2 ദിവസമായി അമ്മയ്ക്ക് സാരി തിരിച്ചു കൊടുത്തില്ലല്ലോ. അല്ലെങ്കിൽ അത് 20,000 സാരിയാന്ന് അറിഞ്ഞപ്പോ തൊട്ട് അത് ഞാൻ മടക്കി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക. പിന്നെ അമ്മായിയുടെ അടുത്ത് പോകാനും പേടിയാകുന്നു. സാരി എടുത്തിട്ട് എൻ്റെ കൂടെ വാ. അപ്പൊ സീമ സാരി എടുത്തോണ്ട് അമ്മായിയുടെ അടുത്ത് ചെല്ലും. സാരി അമ്മായിക്ക് കൊടുത്തിട്ട് പറയും, അമ്മായി എന്നോട് ക്ഷമിക്കൂ, അമ്മേരെ വില കൂടിയ ബനാറസി സാരി എടുത്തോ. അമ്മ, ഈ സാരി വിലയുള്ളതാന്ന് ഇവക്ക് അറിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇവളിത് ഉടുക്കില്ലായിരുന്നു. കുഴപ്പമില്ല മോളെ, ഇന്നേ വരെ ഞാൻ ഈ സാരി വേറെ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ ഇന്ന് നീ ആ സാരി ഉടുത്തപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സാരി എന്നെക്കാട്ടിലും നിനക്ക് നന്നായിട്ടുണ്ടെന്ന്. അമ്മ, എന്ന് വെച്ചാ എന്നോട് പിണങ്ങിയിട്ടില്ലെന്നാ. എനിക്ക് നല്ല പിണക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഞാൻ നിന്റെ അടുത്ത് വരാനിരിക്കായിരുന്നു ഇത് പറയാനായി. ഇനി ഈ ബനാറസി സാരി നീ തന്നെ എടുത്തോ, ഞാൻ തന്നെ സമ്മാനമാണ്. സീമേ, നീ ചെറിയ കാര്യത്തിന് ഒരുപാട് പേടിക്കുന്നത്. താങ്ക് യു അമ്മായി. ഇത്ര പറഞ്ഞിട്ട് അവൾ അവളുടെ അമ്മായിയെ കെട്ടിപ്പിടിക്കും. ചാരു എന്ന പെൺകുട്ടി ട്രെയിനിൽ അവളുടെ ചിറ്റമ്മയെ കാണാൻ ജോൺപൂരിലേക്ക് പോവുകയായിരുന്നു. അതേ ട്രെയിനിലിരുന്ന ആരവ് എന്ന് പറഞ്ഞ പയ്യൻ അവളുടെ സീറ്റിന്റെ നേരെ ഇരിക്കുകയായിരുന്നു. ആ പയ്യൻ ചാരുവിനെ തന്നെ നോക്കുകയായിരുന്നു. കുറച്ചേരം കഴിഞ്ഞ് ചാരു അവനെ കണ്ടു. അവളും അവനെ തന്നെ നോക്കാൻ തുടങ്ങി. ഒറ്റ നോട്ടത്തിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രണയം തുടങ്ങി. ആരവ് അത്യാവശ്യം നല്ല വീട്ടിലെയായിരുന്നു, ചാരു ആണെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ. ഹലോ, എൻ്റെ പേര് ആരവെന്നാണ്. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ചാരു. ആഹാ, നല്ല പേരാണല്ലോ. അവൾ അവനോട് പേരും ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും ട്രെയിനിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ചാരു ഇറങ്ങേണ്ട സ്റ്റേഷനെത്തി. സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. നമ്പർ ഒന്ന് തരുമോ? അതെ, എനിക്കും ഒരുപാട് സന്തോഷം തോന്നി നിങ്ങളെ കണ്ടിട്ട്. പക്ഷേ എനിക്ക് ഫോണില്ല. ആണോ? അത് കുഴപ്പമില്ല. തിരിച്ചെപ്പോഴാണ് പോകുന്നത്? ആ ദിവസം ഞാൻ നിങ്ങളെ കാത്തി പ്ലാറ്റ്ഫോമിലുണ്ടാകും. 2 ദിവസം കഴിഞ്ഞ്, നാളത്തെ കഴിഞ്ഞ് എനിക്ക് രാവിലെ 9 മണിയുടെ ട്രെയിനാ. ഇത് പറഞ്ഞ് നേരെ ചാരു അവളുടെ ചിറ്റയുടെ വീട്ടിലേക്ക് പോകും. 2 ദിവസം കഴിഞ്ഞ് ചാരു ചിറ്റയുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ആരോ അവിടെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരോ, നിങ്ങളെന്താ ഇവിടെ? ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഫോൺ വാങ്ങി. പ്ലീസ്, വേണ്ടെന്ന് പറയരുത്. ആദ്യമായാണ് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയത്. പിന്നില്ലേ, ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എനിക്ക് നിന്നോട് കണക്റ്റായിരിക്കാനാണ്. അവൾ ആ ഫോൺ അവൻ്റെ നിന്ന് വാങ്ങി. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി. അങ്ങനെ അവര് സംസാരിച്ച് കൂടുതൽ അടുത്തുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞ് ചാരുവിന്റെയും ആരവിന്റെയും കല്യാണം കഴിഞ്ഞു. ചാരു കല്യാണം കഴിഞ്ഞെത്തിയത് ഒരു വലിയ വീട്ടിലേക്കായിരുന്നു. ചാരു, എൻ്റെ ലഞ്ച് പാക്ക് ചെയ്ത് തരൂ. എനിക്ക് ജോലിക്ക് പോകണ്ടേ? ഇപ്പൊ കൊണ്ടുവരാം. ചാരു ഒപ്പം തന്നെ ഭക്ഷണം റെഡിയാക്കി അവന് കൊടുക്കും. ആരവ് ഒപ്പം തന്നെ ഓഫീസിലേക്ക് പുറപ്പെടും. ഓഫീസിൽ എത്തിക്കഴിയുമ്പോഴാണ് ആരവ് അറിയുന്നത്, ഇന്ന് വൈകുന്നേരം ഒഫീഷ്യൽ പാർട്ടി നടക്കുന്നു. ആ പാർട്ടിയിലേക്ക് അവന്റെ ഭാര്യേനെ എല്ലാരും കൊണ്ടുവരാൻ പറയുന്നു. വൈകുന്നേരം ആവുമ്പോ ചാരുവിന്റെ അടുത്ത് വന്ന് അവൻ ആ കാര്യം പറയും. അതെ ചാരു, ഇന്ന് വൈകിട്ട് എൻ്റെ ഓഫീസിൽ ഒരു ഒഫീഷ്യൽ പാർട്ടിയുണ്ട്. അതെ, ഓഫീസിൽ എല്ലാവരും നിന്നെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നിന്നെ കാണണമെന്ന് എല്ലാവരും പറഞ്ഞു. ഓഫീസ് പാർട്ടിക്ക് ഞാൻ വരണമെന്നോ? അയ്യോ, ഞാനില്ല, നിങ്ങൾ തന്നെ വെക്കോ. പാർട്ടിക്കിടാൻ പറ്റിയ ഡ്രസ്സൊന്നും എന്റെ കയ്യിലില്ല കേട്ടോ. ഏതെങ്കിലും സാരി ഉടുത്താൽ മതി. പറ്റില്ലെന്ന് പറയരുത് കേട്ടോ. ആരവിന്റെ നിർബന്ധപ്രകാരം സാരി ഉടുത്ത് ചാരു പാർട്ടിയിലേക്ക് പോകും. ചാരു പുതുപ്പെണ്ണായിരുന്നു എങ്കിലും പക്ഷെ അവളുടെ സാരി അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. അത് കാരണം എല്ലാവരും അവളെ കളിയാക്കുകയായിരുന്നു. ഓ, അപ്പൊ ഇതാണല്ലേ ആരവ് ഇത്രയും പൊക്കിപ്പറഞ്ഞ ചാരു? കാണാനൊക്കെ കൊള്ളാം, പക്ഷെ എന്ത് സാരിയാ ഇത്? അല്ല, അറിയില്ലായിരുന്നോ എവിടേക്കാ വന്നേന്ന്? ഈ പാർട്ടിക്കൊക്കെ വരുമ്പോ നല്ല സാരി എടുത്തു വന്നൂടെ? ഇതൊക്കെ കേട്ട് അവൾക്ക് നല്ല വിഷമമായെങ്കിലും അവൾ ഇതിനെക്കുറിച്ച് ആരവിനോട് പറഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. അങ്ങനെ പതിയെ പതിയെ ചാരു അയൽപക്കത്തെ ആൾക്കാരുമായി സൗഹൃദത്തിലായി. അവരെല്ലാരും കിറ്റി പാർട്ടി നടത്തുമായിരുന്നു. അങ്ങനെ ചാരുവിനെയും അതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് ചാരു അവളുടെ ഫസ്റ്റ് കിറ്റി പാർട്ടിയിൽ പോകുമ്പോ അവിടെ എല്ലാവരും നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ചാരുവിന്റെ സാരി അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. അവള് മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു. അവിടുത്തെ സ്ത്രീകളെല്ലാം അവളെ കണ്ട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് അവൾക്ക് ഒരുപാട് സങ്കടമായി. അതിനുശേഷം ചാരു വീട്ടിൽ വന്ന് അമ്മായിയമ്മയോട് പറയും, അമ്മ,
എനിക്ക് കുറച്ച് നല്ല സാരി വാങ്ങിത്തരാമോ? അതും വില കൂടിയത്. അതെന്താന്ന് വെച്ചാ പാർട്ടിക്കൊക്കെ പോവാൻ പറ്റിയ സാരി ഒന്നും എന്റെ ഇല്ല. കിറ്റി പാർട്ടിയിൽ പോലും എല്ലാരും വില കൂടിയതാ ഇടുന്നേ. എന്റെ അടുത്തുള്ളതൊക്കെ നോർമൽ സാരിയാ. മോളെ, ആദ്യം ഇരുന്നിട്ട് കാല് നീട്ട്. എന്താണിപ്പോ പെട്ടെന്ന്? എന്റെ ഭാഗ്യാണ് ഈ വീട്ടിൽ വന്ന് കേറിയത് തന്നെ. എന്റെ ഇഷ്ടപ്രകാരം അല്ല അവൻ കെട്ടിയത്, അവന്റെ ഇഷ്ടത്തിനാ നിന്നെ കെട്ടിയത്. വില കൂടിയ സാരി വേണമെന്നൊക്കെ ഉള്ള സ്വപ്നം മാറ്റിയേരെ. ഉള്ളതൊക്കെ കൊടുത്താ മതി. ഇനി വില കൂടിയ സാരി നിനക്ക് കിട്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരെ വിളിച്ച് പറ അവിടെ നിന്ന് എന്തെങ്കിലും തരാൻ. കല്യാണം കഴിഞ്ഞപ്പോഴോ ഒന്നും തന്നില്ല, പോയി വാങ്ങ്. ആഹാ, ചാരു എന്തൊക്കെയുണ്ട്? ചാരുവിന്റെ സാധാരണ സാരി കണ്ട് എല്ലാരും അവളോട് ചോദിക്കും, അതെ ചാരു, നിന്റെ അടുത്ത് വേറെ നല്ല സാരി ഒന്നും ഇല്ലേ? എന്റെ അമ്മായിയമ്മ എനിക്ക് വാങ്ങി തരൂല. ഇതെല്ലാം കേട്ടപ്പോ അവളുടെ കൂട്ടുകാരികൾ അവളോട് മോഷ്ടിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ കാര്യം ചാരുവിന്റെ മനസ്സിൽ കേറി. അങ്ങനെ അവൾ അമ്മായിയമ്മയുടെ പണപ്പെട്ടിയിൽ നിന്നും പണം മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ 20,000 രൂപ പണപ്പെട്ടിയിൽ നിന്ന് എടുക്കും. അടുത്ത കിട്ടിപ്പാട്ടിക്ക് പോകുമ്പോ വില കൂടിയ സാരി ഉടുത്തോണ്ട് പോകും. അയ്യോ, നീ പറഞ്ഞത് എത്ര നന്നായി. നേരെ ചോദിച്ചിട്ട് തരാത്തത്. ഇതുപോലെ എടുത്താ കുഴപ്പമൊന്നുമില്ലല്ലേ? ചാരുവിനിത് ശീലമായി മാറി. അവൾ അങ്ങനെ അമ്മായിയമ്മയുടെ പണപ്പെട്ടിയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് മോഷ്ടിക്കാൻ തുടങ്ങി. അമ്മായിയമ്മയ്ക്ക് ഇടയ്ക്ക് സംശയം തോന്നുമ്പോൾ അവള് അമ്മായിയമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് പറഞ്ഞു മാറ്റും. ആണോ, ശരിയാ, ഞാൻ മറന്നുപോയതായിരിക്കും. ഇത്രേ പൈസ ഞാൻ വച്ചിട്ടുണ്ടാവുള്ളായിരിക്കും അല്ലേ? അല്ല, ഈ സാരി എവിടുന്നാ? വില കൂടിയ സാരിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. അത് ആരവിന്റെ കൂട്ടുകാരന്റെ ഭാര്യ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. അങ്ങനെ എല്ലാ പാർട്ടിക്കും അവള് വില കൂടിയ സാരി ഉടുത്തു പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, അമ്മ, ഞാനേ പാർട്ടിക്ക് പോവാണേ, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ടേ. ചാരു പുതിയ സാരി ഉടുത്തതിന്റെ ഗമയിൽ അമ്മായിയമ്മോട് ചാറ്റ പറഞ്ഞിട്ട് അവിടുന്ന് പോകും. സരള ആലോചിച്ചോണ്ടിരുന്നു, ഞാൻ അവൾക്ക് സാരി വാങ്ങിക്കൊടുത്തിട്ടില്ല. ചാരു അമ്മായിയമ്മയുടെ അലമാരയുടെ അടുത്തെത്തും. അന്നേ ദിവസം ഒരു മാല മോഷ്ടിക്കാൻ നിൽക്കും. അപ്പോഴേക്കും അവിടെ അമ്മായിയമ്മ എത്തും. അമ്മായിയമ്മയെ കണ്ടതോടെ അവൾ അങ്ങ് ഭയന്നുപോയി. അവളുടെ അമ്മായിയമ്മ അവള് മോഷ്ടിക്കുന്നത് കയ്യോടെ തന്നെ പൊക്കുകയും ചെയ്തു. മോളെ, നീ ഇതെന്താ ചെയ്യുന്നത്? എന്റെ അലമാരയുടെ അടുത്ത്? അമ്മ, അത് ഞാന് അമ്മയുടെ അലമാര തുറന്നു കിടക്കായിരുന്നു. അത് കണ്ടിട്ട് അടയ്ക്കാൻ വേണ്ടി വന്നതാ ഞാൻ. നീ വീണ്ടും കള്ളം പറയുകയാണല്ലേ? നീ മോഷ്ടിച്ചത് ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. എന്തിനാ മോളെ, മതി നിർത്ത്, കള്ളം പറഞ്ഞത് മതി. ഇപ്പോഴല്ലേ മനസ്സിലായത് നിനക്ക് പുതിയ സാരി ഉടുക്കണേന്റെ ഭ്രമത്തിൽ നീ വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കാൻ തുടങ്ങിയല്ലേ? ഞാൻ അന്നതൊക്കെ പറഞ്ഞത് നിന്നെ നോക്കാൻ തന്നെയായിരുന്നു, നീ എവിടം വരെ ചെല്ലുവെന്ന്. ഞാൻ നിനക്ക് ഈ വീടിന്റെ എല്ലാ ഉത്തരവാദിത്തം തരായിരുന്നതാ, പക്ഷെ നീ എന്റെ വിശ്വാസം തകർത്തു. അപ്പോഴേക്കും അവിടെ ആരവെത്തും. എനിക്കറിയില്ലായിരുന്നു ചാരു, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഇത് കേട്ട് ചാരു കരഞ്ഞുകൊണ്ട് അവള് ചെയ്ത തെറ്റ് മനസ്സിലാക്കി രണ്ടുപേരെടുത്ത് മാപ്പ് പറയും. അവള് ചെയ്തത് വലിയൊരു തെറ്റാന്ന് മനസ്സിലായി. അവള് മാപ്പ് ചോദിച്ചപ്പോൾ ആരവും അമ്മായിയമ്മയെ ക്ഷമിച്ചു. അവര് വീണ്ടും അവളെ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മായിയമ്മ ചാരുവിന് എല്ലാ ഉത്തരവാദിത്വവും കൊടുക്കും. Thanks for watching.